വൈസ് പ്രസിഡന്റ് ശ്രീ അൻവർ കൈതാരം, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ PR രമേശ്, MA നൈനാർ, അതുപോലെ തന്നെ മുളന്തുരുത്തിയിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ ക്യാമറ തല്ലിപ്പൊളിച്ച സാഹചര്യത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് നമുക്ക് മാർച്ച് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഈ മാർച്ചുകളെല്ലാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായി നീതിയുടെ പക്ഷത്തു നിന്ന് നിലപാടുകൾ സ്വീകരിക്കാൻ, നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും പോലീസ് നീതിയുടെ പക്ഷത്ത് തന്നെ നിന്നുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമരത്തിന്റെ, ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത്തരം സമരങ്ങൾ ഇനി നിർഭയമായി മാധ്യമപ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലും രാജ്യത്തും ആകമാനം നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പടപൊരുതുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ. ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ. തീർച്ചയായിട്ടും ആ നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇത്തരൊരു സാഹചര്യം കേരളത്തിൽ എവിടെ ഉയർന്നു വന്നാലും അത്തരം പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് പൊതുസമൂഹത്തെ കൂടി ഈ വിഷയത്തിൽ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കണമെന്നുള്ള നിലയിലാണ് നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ പ്രതിയാക്കപ്പെട്ട ആളുടെ പേര് വാർത്തയിൽ പരാമർശിച്ചതിൻ്റെ പേരിലാണ് ദിലീപിനെ പരസ്യമായി ആക്രമിച്ചത്. ഏതാണ്ട് ഒരു മാസം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയവും വ്യത്യസ്ത രാഷ്ട്രീയത്തിന് അനുകൂലമായി നിൽക്കുന്ന പത്രങ്ങളുടെയും പ്രതിനിധികളാണ്. ഞങ്ങളെല്ലാവരും ദേശാഭിമാനിയുടെ ലേഖകന്മാരൊന്നുമല്ല. വിവിധ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും മതസംഘടനകളുടെയും കീഴിലുള്ള പത്രങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായുള്ള മാധ്യമപ്രവർത്തകരാണ്. പക്ഷേ സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കെതിരായിട്ടുള്ള അതിക്രമം ഏത് ഭാഗത്തു നിന്ന് ഉയർന്നു വന്നാലും അതിനെ സംഘടിതമായി പ്രതിരോധിക്കുന്ന ശക്തിയായി ഈ സംഘടന നിലകൊള്ളും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സമരം നടത്തുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ദിലീപ് കൊടുത്ത വാർത്തയുടെ പേരിൽ കഴിഞ്ഞ ഒരു മാസമായി ദിലീപിനെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഈ 4 അംഗ സംഘം നടത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സോഷ്യൽ മീഡിയ എന്നുള്ളത് ഏതൊരാൾക്കും ഏതൊരവസരത്തിലും ഏതാശയം വേണമെങ്കിലും പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. ഈ സോഷ്യൽ മീഡിയയുടെ സൗകര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ 4 അംഗ സംഘം തുടർച്ചയായ ഒരു മാസമായി നടത്തിക്കൊണ്ടുവന്നത്. വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത ആളുടെ പേര് പരാമർശിച്ചതിന്റെ പേരിൽ ഒരു നേരെ അതിക്രമം നടത്തുക എന്നുള്ളത് ഏറ്റവും മര്യാദഘട്ട നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ തെറ്റായ വാർത്തകൾ പലപ്പോഴും പ്രചരിക്കാറുണ്ട്. അത് അച്ചടി മാധ്യമങ്ങളിലാവട്ടെ സോഷ്യൽ മീഡിയകളിലാവട്ടെ പലതരത്തിലും തെറ്റായ വാർത്തകൾ വരാറുണ്ട്. അങ്ങനെ തെറ്റായ വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന്, അത് തിരുത്തുന്നതിന്, വാസ്തവവിരുദ്ധമായ വാർത്തകളാണെങ്കിൽ തിരുത്തുന്നതിന് തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നിയമ സംവിധാനവും നിലനിൽക്കുന്ന നാടാണ് നമ്മുടേത്. അവരെയൊന്നും കായികമായി നേരിടുക എന്നുള്ളതല്ല ഏതൊരാളും ചെയ്യേണ്ടത്. നിയമം അനുസരിക്കുന്നവർ, നിയമം പാലിക്കാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം തെറ്റായ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്.